അല്ലെങ്കിലേ നിനക്ക് ഈ സാരി ഒന്നും പറ്റില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിനയം അഭിനയിച്ച് വന്നാലും ഇത് മാറ്റാൻ വേണ്ടി നീ അത്ര പെട്ടെന്ന് പോവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത്. സാരി ഇങ്ങനെ സീരിയസ് ആയിട്ട് നോക്കി എന്താ ആലോചിക്കുന്നേ? ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ? മനസ്സിൽ എന്താണെന്ന് പുറത്തു പറ. ഈ സാരി ഞാൻ ധരിക്കില്ല. നീ ധരിച്ചില്ലെങ്കി അമ്മമ്മയുടെ വാക്കിന് ധിക്കരിച്ച പോലെയാവും. ഞാൻ ധരിക്കില്ലെന്നാണ് പറഞ്ഞതെങ്കിൽ അതിലെന്തോ അർത്ഥമുണ്ടെന്നാണ് അർത്ഥം. അതെന്താകുമെന്ന് പെട്ടെന്ന് പറഞ്ഞുകൂടെ? അത് നമുക്ക് പ്ലസ് ആകുമോ മൈനസ് ആകുമോ എന്ന് പറയാമല്ലോ. ആവനിക്ക് കൊടുക്കും. നിനക്കെന്താ വല്ല ഭ്രാന്തം പിടിച്ചോ? എന്താ ഈ പറയുന്നത്? പാവം, അവള് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് ഒരാഴ്ച പോലും ആയില്ല. അപ്പോഴേക്കും അടുത്ത പോലെയുണ്ട്. അത്ര വീക്ക് മൈൻഡഡ് അല്ല അളിയ അവള്. അണ്ടർ കറണ്ടിൽ എന്തോ ഒരു പോയിന്റ് ഉണ്ടാവാനാ സാധ്യത. ടെൻഷൻ സഹിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. നീ ഒന്ന് പെട്ടെന്ന് പറയുന്നുണ്ടോ? ഈ സാരിയുടെ നിറം ചുവപ്പാ. ആവനിയുടെ നേരെ കാളയെ കെട്ടഴിച്ചു വിടാൻ ഇതെന്തായാലും ഉപകാരപ്പെടും. ആവനെ തോൽപ്പിക്കണമെന്നും നമ്മുടെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണമെന്നും നന്നായിട്ട് പ്രാർത്ഥിച്ചതാ. അതുകൊണ്ടാ ഈ സാരി എന്റെ കയ്യിൽ തന്നെ വന്നത്. ഈ ദാവനിയുടെ കയ്യിൽ കൊടുത്ത് ഇത് ഉടുത്തിട്ട് വരാൻ പറയും. അമ്മ ഇതെടുത്ത് എന്റെ കയ്യിലേക്ക് തന്നപ്പോ പാവം ദയനീയമായിട്ട് നോക്കി. സമ്മാനായിട്ട് കൊടുത്തോളാം, സന്തോഷാകും. നീ കൊടുത്താ ഇവിടെയുള്ളവര് വെറുതെ ഇരിക്കോ? ഇത് വർക്കൗട്ട് ആവില്ല നിഹാരിക. അമ്മയ്ക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ആവനി വരുന്നുണ്ട്. ഈ സാരി ആവനെ ഉടുപ്പിക്കാനുള്ള എന്റെ പ്ലാൻ വർക്കൗട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഈ സാരി പിടിക്ക്. മക്കളെ, കളിച്ചോണ്ടിരിക്കുകയാണോ? ആ അതെ. നമുക്ക് ഒരു കളി കളിച്ചാലോ? കളിക്കാം. എന്ത് കളിയാ? പറഞ്ഞു തരാം. ഈ നിഹാരിക അതുപോലെ തന്നെ ചില സമയത്ത് നിന്റെ ചേച്ചിയെ പോലെ മനസ്സിലാക്കാൻ പറ്റില്ല. പ്ലാൻ എന്താണെന്ന് നമ്മളോട് പറയാതെ പ്രൊസീഡ് ചെയ്യുന്നുണ്ട്. അത് തന്നെ. അവസാനം നമ്മൾ വള്ളി പിടിക്കില്ലല്ലോ അല്ലേ? അവള് വന്നിട്ട് പറയും, ഒന്ന് ടെൻഷൻ ആവാതെ. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കളിച്ചെന്ന് കൂട്ടിക്കോ. ആ കളിയൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോക്ലേറ്റ്സും ഇഷ്ടം പോലെ ഐസ്ക്രീമും വാങ്ങിത്തരാം. ഓക്കെ അല്ലേ? പറയാം. അത് പറയാൻ വേണ്ടി തന്നെ വന്നത്. എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ. ഓക്കെ? അവിടെ ഒരു ചേച്ചി നിൽക്കുന്നില്ലേ? നിങ്ങൾ കണ്ടില്ലേ? ആ, എല്ലാവരും കണ്ടില്ലേ? ഹാ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാ, ഇത്ര ആളുകൾ പോത്തുപോലെ വളർന്നു നിന്നിട്ട് അവിടെ കൊച്ചു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ആ, ഈ കളി ആരാ കളിപ്പിച്ചെന്ന്
പിന്നീട് ആരെങ്കിലും ചോദിച്ചാ എന്റെ പേര് പറയാൻ പാടില്ല, ഓക്കെ? ആ അപ്പൊ കളി കഴിഞ്ഞിട്ട് കാണാം. ഐസ്ക്രീമും ചോക്ലേറ്റും ഇഷ്ടം പോലെ കഴിക്കാം, ഓക്കെ? ഓക്കെ ശരി. 1 അതാ ചേച്ചി നോക്കി. 1 2 3 റൺ. ഗോ 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 ഗോ. നീ കുട്ടികളോട് എന്താ പറഞ്ഞേ? ശരിക്കും നിന്റെ പ്ലാൻ എന്താ? സസ്പെൻസ് ത്രില്ലർ സിനിമ പോലെ ഞങ്ങള് മൊത്തം ത്രില്ലടിച്ച് നിൽക്കുവാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാ നമ്മളെല്ലാവരും പെടും കേട്ടോ. ഒന്ന് പെട്ടെന്ന് പറ മോളെ. പറയില്ല. ജസ്റ്റ് വാച്ച് ആൻഡ് എൻജോയ്. കുളത്തിൽ മീനെ തപ്പുന്ന പോലെ കുറെ നേരമായിട്ട് അവൾ എന്താണാവോ തപ്പിക്കൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് രംഗപ്രവേശനം ചെയ്യാം. വാ. അയ്യോ, നീ എങ്ങനെ ചെളിയിൽ വീണ ആവനി? അയ്യോ അമ്മേ, ശ്രീകരേട്ടാ, എല്ലാവരും ഒന്നിങ്ങോട്ട് വന്നേ. അവന് ചെളിയിൽ വീണുപോയി. പാവ അവനി വളരെ നന്നായിട്ട് ഒരുങ്ങി വന്നതാ, ഇങ്ങനെ സംഭവിച്ചല്ലോ. മറ്റുള്ളവരെ ചെളി വാരി എറിയാൻ ശ്രമിച്ചാൽ സ്വയം ചെളിയിൽ വീഴും. അയ്യോ, എന്തു പറ്റി മോളെ? കുട്ടികളെ കളിക്കുന്നതിനിടയിൽ വന്ന് തട്ടി. അപ്പൊ ഞാൻ വീണത് ചെളിയിലായിപ്പോയി. അറിയാതെ ആയിപ്പോയതാണോ അതോ ആരെങ്കിലും വേണമെന്ന് വെച്ച് ആക്കിയതാണോ? ആര് പ്ലാൻ ചെയ്തെന്നാടാ? ഇവിടെ ആർക്കാ അതിന്റെ ആവശ്യമുള്ള? അവനിക്ക് എന്ത് സംഭവിച്ചാലും ഇൻഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ സംശയിക്കുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല. സാരിയിലെ മുഴുവൻ ചെളിയായല്ലോ, ഇനി എന്തു ചെയ്യും? നിന്റെ അടുത്താണെങ്കിൽ വേറെ സാരിയുമില്ലല്ലോ. അയ്യോ അമ്മേ, അമ്മയോ ഇവിടുത്തെ ഗ്രാമവാസികളോ ഒന്നും പറയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയട്ടെ. പറ മോളെ. ഈ സാരി ഉടുത്ത് ആവനിക്ക് ജാത്ര കഴിയുന്നവരെ നിൽക്കാൻ പറ്റില്ല. അതാണെങ്കിൽ കഴുകിയാലും പോവില്ല. ആവനിയെ കാണുമ്പോ പാവം തോന്നുന്നു. അതുകൊണ്ടാ.
ഈ സാരി നമുക്ക് ആവനിക്ക് കൊടുത്താലോ? ശരിയാണ്, ഞാനിത് കൊടുക്കാൻ പാടില്ല. എന്താന്ന് വെച്ചാ ഈ സാരിയില് ഗ്രാമീണര് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഞാൻ മനുഷ്യത്വം വച്ച അമ്മ ആലോചിക്കുന്നത്. മനുഷ്യത്വത്തിനേക്കാൾ വലിയ മറ്റെന്താ അമ്മയുള്ളേ? അയ്യോ, മനോഹരമായിട്ട് പറഞ്ഞു മോളെ. ഞാനായിരുന്നെങ്കിൽ ഇത് കൊടുക്കുകയില്ലായിരുന്നു. നിന്റേത് നല്ല മനസ്സായകൊണ്ടാ കൊടുക്കാവെന്ന് പറഞ്ഞത്. നിഹാരിക, നീ വളരെ ഗ്രേറ്റാ. ഒരു പക്ഷേ ഈ സാരി വിധിച്ചത് ആവനിക്കാവും. ഇവിടുത്തെ അമ്മ അങ്ങനെ തീരുമാനിച്ചതാവും. ആർക്കാ അറിയാം? നിഹാരിക മനസ്സ് തുറന്ന് ആലോചിച്ചിട്ടുണ്ട്. എനിക്കിതില് അങ്ങനെ യാതൊരു വിധ എതിർപ്പുമില്ല. നിങ്ങൾ എന്തു പറയുന്നു? നിങ്ങൾക്ക് എതിർപ്പൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ എന്താ കുഴപ്പം? അതിലൊരു തെറ്റുമില്ല. എല്ലാവർക്കും താങ്ക്സ്. അവനിക്ക് കൊടുക്കുമോളെ. ഇതാ അവനി. നിഹാരിക പറഞ്ഞ പോലെ ഈ സാരി വിധിച്ചത് തനിക്കാ തോന്നുന്നു അവനി. മോള് ചെന്ന് മാറ്റിയിട്ട് വാ. നിന്റെ മനസ്സിന് ഈ ഗ്രാമങ്ങളെ കുറിച്ച് ആലോചിക്കാനുള്ള വലിപ്പമുണ്ടെന്ന് ഞങ്ങളുടെ എല്ലാം മുന്നില് നീ ഇപ്പൊ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മോളെ. താങ്ക് യു വെരി മച്ച് അച്ഛാ. നമുക്ക് പോകാം. വാ വേദ. അമ്പട മനമേ, നീ എന്റെ ലാവണ്യ സിസ്റ്ററേക്കാൾ കൂടിയ എനവാ. നീ വെറും ചില്ലറക്കാരിയല്ല. എന്റെ ഭാര്യ അത് അംഗീകരിച്ചെങ്കിൽ ചെറിയ കാര്യമല്ല. വേദവതി അമ്മയുടെ ദയ കൊണ്ട് എല്ലാം നന്നായി പോന്നു. വേദവതി അമ്മയുടെ കുടുംബം ഞങ്ങൾക്ക് ലഭിച്ച വരവാണ്. നല്ല വിളവ് കിട്ടുന്നുണ്ടെങ്കിലേ അതിന്റെ കാരണം അവരാ. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ദേവി ആ അമ്മയാണ്. കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ദേവിയാണെന്ന്, കടാക്ഷിക്കുന്ന അമ്മയാണെന്ന്. വഴി കാണുന്നവരൊക്കെ ഇങ്ങനെ നല്ല പേരുണ്ടാക്കിയാൽ പിന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ നിയോജക മണ്ഡലത്തില് സിറ്റിന്നോ എവിടെ നിന്നോ വന്ന ഒരു വേദവതി അമ്മ അധികാരം കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. തനിക്ക് എന്താ പറയാനുള്ളത്? അത് ശരിയാ. നമ്മുടെ ഇമേജിന് ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാ നെക്സ്റ്റ് ടൈം ഞാൻ ജയിച്ചു കയറാൻ കുറെ കഷ്ടപ്പെടേണ്ടി വരില്ലേ? അത് ശരിയാ. എനിക്ക് എതിരായിട്ട് മറ്റൊരാള് മത്സരിക്കാൻ വരുന്നത് ഒട്ടും അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. താൻ കേട്ടില്ലേ? ഞാൻ കേട്ടായിരുന്നു മാഡം. എന്ത് കേട്ടെന്ന്? കഴിച്ചിട്ടെന്നോ ദഹിച്ചില്ലെന്ന് പറഞ്ഞില്ലായിരുന്നോ? രാത്രി ഇന്നലെ എന്തായിരുന്നു കഴിച്ചത്? ഈ ഇടയ്ക്ക് തനിക്ക് ഇങ്ങനൊരു പ്രോബ്ലം തുടങ്ങിയിട്ടുണ്ട്.
എന്തോ ഒരു മെഷീൻ ഇല്ലേ, വാങ്ങി വെക്കാൻ നോക്ക്. ശരി മാഡം. വേദവതി, ഈ ജയമ വരികയാണ്. നീ നിന്റെ പരാജയത്തിന് കാത്തിരുന്നോ? കുട്ടികളെ വെച്ച് ആവണിയെ ചെളിയിലേക്ക് തള്ളിവിടുന്നതും ചുവന്ന സാരി ഉടുപ്പിക്കുന്നതും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. കാളയുടെ കാര്യങ്ങളും അതുപോലെ സംഭവിച്ച ആ ആവണിയുടെ ശല്യം നമുക്ക് ഒഴിഞ്ഞു കിട്ടും. അതാ വരുന്നുണ്ട്. അവനിങ്ങനെ ചുവന്ന സാരി എടുത്തിട്ട് വരുമ്പോ എന്റെ കൺമുന്നിൽ അവള് മേല് മുഴുവൻ മുറിവ് പറ്റി രക്തം മുഴുവനും ചോർന്ന് വാർന്ന് കിടക്കുന്ന കാഴ്ചയാ ചേച്ചി. അത് തന്നെയാ തോന്നുന്നേ. നല്ല അവസര. ഇപ്പൊ മിസ്സായ പിന്നെ കിട്ടില്ല. അടുത്ത ചടങ്ങ് എന്താന്ന് വെച്ചാ പെട്ടെന്ന് തുടങ്ങാൻ നോക്കാം. ആരെങ്കിലും പോയി പെട്ടെന്ന് ആ കാളയുടെ കെട്ടഴിക്ക്. ആ പണി ഞങ്ങൾ നോക്കിക്കോളാം. വാളിയാ വരേ. എന്നെ കല്യാണം കഴിക്കേണ്ട ആള് ആവനയുടെ ചുറ്റും കറങ്ങുന്നത് എനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇനി കുറച്ചു നേരം കൂടെ, അത് കഴിഞ്ഞാ അവള് മുകളിലേക്ക് പോവും. അപ്പൊ ആവനിയുടെ കൂടെ അവൻ പോവില്ലല്ലോ. ശ്രദ്ധിച്ചോണി അളിയാ. ഒറ്റ കൈ കൊണ്ട് കറക്കി എറിയെന്ന് പറഞ്ഞു. ഒരു ഫ്ലോയിൽ അങ്ങ് പറയുന്നതിന് പോയിന്റ് ഔട്ട് ചെയ്യാൻ നിൽക്കരുത്. ശരി, എന്റെ പുറകെ ശ്രദ്ധിച്ചു നിൽക്ക്. കാളച്ചേട്ടാ, നിങ്ങൾക്ക് ചുവന്ന സാരി ഇഷ്ടമല്ലല്ലോ. ഒന്നതേ അങ്ങോട്ട് നോക്കിയേ. നോക്കട കള്ള. കണക്ട് ആയല്ലോ അളിയ. അവരെന്താ കെട്ടഴിക്കാതെ ചർച്ച ചെയ്യുന്നേ? എന്റെ കെട്ടിയോന് വലിയ നാവ, കാര്യത്തോടെ അടുക്കുമ്പോ പഞ്ചഭാവവും. അതെ ചേട്ടോ, പെട്ടെന്ന് കെട്ടഴിക്കേ. ആ ശരി ശരി അളിയ, നീ കെട്ടഴിക്കേ. എന്ത് പറ്റിപ്പോയി അളിയ? അനങ്ങുന്നില്ലല്ലോ. നിക്കളിയാ. വാളിയ. വേഗം പോയിട്ട് അവളെ കൊമ്പില് കൊടുക്ക്.
ഇനി ആർക്കും അവളെ രക്ഷിക്കാൻ കഴിയില്ല.